അസ്സലാമു അലൈക്കും. ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്കുള്ളൊരു പ്രയാസമാണ്. നമ്മുടെ മക്കൾ ഒന്ന് നന്നായി തീരുക, നമ്മളെ അനുസരിക്കുന്നവരാകുക, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ വളരണം. ഒരു വഴിയാണ് ഞങ്ങളോട് പറയാൻ പോണത്. പിന്നെ രക്ഷിതാക്കൾക്കൊക്കെ ഉള്ളൊരു പരാതി എന്ന് വെച്ചാൽ, എങ്ങനെയാണ് നമ്മളെ മക്കൾ നന്നായി കിട്ടുക, നമ്മളനുസരിക്കണില്ലല്ലോ, നമ്മൾ പറയണതും ഒന്നും അവർ കേൾക്കണില്ല, ഏത് നേരം ചൂടായതുകൊണ്ടാണ്, അവരോട് പറഞ്ഞാലും അവർ നമ്മളോട് വാശി കാണിക്കുക. അതേപോലെ തന്നെ പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കാതെ വെക്കുക, എന്ത് നല്ല കാര്യം പറഞ്ഞ് നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കില്ല. ഇനി എന്ത് നല്ല കാര്യമാണെങ്കിലും അതൊന്നും അനുസരിക്കാതൊക്കെ. ഉദാഹരണത്തിന് നിസ്കരിക്കാൻ നമ്മൾ പറയാം, അതിനവർക്ക് മടി. അങ്ങനെ നമ്മളെന്ത് പറഞ്ഞാലും അതിനൊന്നൊരു വില കൽപ്പിക്കാത്തൊരവസ്ഥ. അപ്പം നമ്മൾക്കൊക്കെ ഒരു ആദ്യമാണ് നമ്മളെ മക്കളെന്താ ഇങ്ങനെ പഠിച്ചോനെ, നമ്മളെന്താ ഇനി ചെയ്യുക, ഇതിന് വേണ്ടി എന്താ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുക, നമ്മളെങ്ങനെ ഇപ്പം അവരെ നന്നാക്കിയെടുക്കുക. അങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങളിലാണ് അധികം ആൾക്കാരും. അപ്പം ഇന്ന പ്രയാസത്തിലാണ് ഞാൻ, ഇന്ന ബുദ്ധിമുട്ടിലാണ് ഞാൻ. എല്ലാ ഉമ്മമാരും പറയുന്നൊരു ഇതാണ് മക്കളെക്കുറിച്ച്. ആരോട് ചോദിക്കുകയാണെങ്കിൽ മക്കളെക്കുറിച്ച് എല്ലാവർക്കും പറയാനുള്ള അധികം പരാതികളും മക്കൾ നല്ലൊരിതിലല്ല എന്നുള്ളതാണ്. അപ്പം ആ ഒരു ഇത് ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അധികം പേർക്കുള്ളൊരു പ്രയാസമാണല്ലോ ഈ നമ്മുടെ മക്കൾ ഒന്ന് നന്നായി തീരുക, നമ്മളെ അനുസരിക്കുന്നവരാകുക, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ വളരണം. അപ്പം അങ്ങനെയുള്ള പരാതികളും പ്രയാസങ്ങളും പരിഭവങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളോട് ഒരു കാര്യം ചെയ്യാൻ പറയണത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് എന്ത് തന്നെ ആയാലും അതിൽ മാറ്റം സംഭവിക്കും. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ആ മാറ്റം. എൻ്റെ കുട്ടി ഒരുപാട് മാറി നിങ്ങൾ തന്നെ പറയും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു കാര്യം നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ആ കാര്യം, ഞാനിപ്പോൾ ഒരു സൂറത്താണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആ സൂറത്ത് നിങ്ങൾ ചൊല്ലിയതിന് ശേഷം അത് ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് പഠിച്ചോനെ ഞാനിത് ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, എൻ്റെ മോൻ നന്നാവണം, അല്ലെങ്കിൽ എൻ്റെ മോള് നന്നാവണം, അല്ലെങ്കിൽ അവളുടെ സ്വഭാവം നന്നാവണം, അവളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ്, മക്കളെക്കുറിച്ച് എന്താണോ പറയാനുള്ളത്. ഇനി പഠനത്തിൻ്റെ കാര്യമാണ് അങ്ങനെ, അതല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അങ്ങനെ, അതിലവർ വാശിക്കാരിയാണ് നന്നാവേണ്ടത് വെച്ചാൽ അങ്ങനെ നിങ്ങൾ പറയുക പഠിച്ചവനോട്, ഞാൻ എല്ലാ കാര്യം ശരിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുട്ടിക്ക് ഇത് ചെയ്ത് കൊടുക്കുന്നത്, അപ്പോൾ അത് മാറിക്കിട്ടണം എൻ്റെ കുട്ടിക്ക് എന്ന് പറഞ്ഞ് പ്രത്യേകം അത് പിന്നെ സൂറത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നിട്ട് ആ കാര്യങ്ങൾ ചെയ്യാവും. അതുപോലെ തന്നെ എത്രയോ അമ്മമാർ പറയാറുണ്ട്, ഇവന് പൈശാചികമായിട്ടുള്ള ഷെറുണ്ട്, വലിയ വാശിയാണ്, ദേഷ്യമാണ്, ദേഷ്യം വന്നാൽ എന്താ ചെയ്യാന്നറിയില്ല, ഒന്നും പറയാനോ മിണ്ടാനോ വയ്യ, അങ്ങനെ പല പരാതികളാണ് അമ്മമാർക്ക്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മളെ മക്കൾക്ക്, മക്കൾ പോലും അറിയാതെ ചെയ്യാൻ കഴിയുന്നൊരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളെ മക്കൾക്ക് വെള്ളം കൊടുക്കാറില്ലേ, കുടിക്കാൻ ആ വെള്ളത്തിൽ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, നാസ് സൂറത്ത് ഓതുക. നാസ് സൂറത്ത് എങ്ങനെ ഓതേണ്ടതെന്ന് വെച്ചാൽ, ഒരു വട്ടം നാസ് സൂറത്ത് ഓതിയിട്ട് നമ്മൾ മിൻ ശരി വസ്വാസിൽ ഖന്നാസ് എന്ന പിന്നെ അവിടെ എത്തുന്ന സ്ഥലത്ത് 7 തവണ ചൊല്ലുക. 7 തവണ. എത്ര തവണ നമ്മൾ ചൊല്ലേണ്ടത് വെച്ചാൽ 7 തവണ അവിടെ എത്തുമ്പോൾ, ആ നാസ് സൂറത്ത് ഓതി അവിടെ എത്തുന്ന സമയത്ത് അത് 7 തവണ ചൊല്ലുക. നാസ് സൂറത്ത് ഓതേണ്ട ഒരു തവണയാണ്. എന്നാൽ നാസ് സൂറത്തിൻ്റെ മിൻ ശരീൽ വസ്വാസിൽ ഖന്നാസ് എന്ന ആ പിന്നെ ആയത്തില്ലേ, അത് 7 തവണ ചൊല്ലി അതിൽ ഊതുക. ആ വെള്ളം എന്ത് ചെയ്യുക, നമ്മൾ മക്കൾക്ക് കുടിക്കാൻ കൊടുക്കുക. ഇനിയിപ്പം വെള്ളത്തിൽ തന്നെ ഊതണം എന്നുള്ള കണക്കൊന്നുമില്ല, ഞങ്ങൾ ജ്യൂസ് കൊടുക്കില്ല മക്കൾക്ക്, ജ്യൂസിലാവാം, അങ്ങനെ ഉള്ള എന്ത് വെള്ളത്തിലും ആകാം, ഏത് വെള്ളം എന്നുള്ള കണക്കൊന്നുമില്ല, അങ്ങനെ എന്തിലാണെങ്കിലും കൊടുക്കുക. ദിവസവും ഒരു നേരമെങ്കിലും അത് കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക. ആ 21 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. പിന്നെ നമ്മൾക്ക് വലിയ പ്രയാസമൊന്നുമില്ലല്ലോ, ഒരു ചെറിയ സൂറത്തല്ലേ,
പറ്റുമെങ്കിൽ എന്നും കൊടുക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഗുണമില്ലാതെ നമുക്ക് ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം മുടങ്ങിപ്പോയി, ഇനിയിപ്പോൾ പഠിച്ചവനെ ഇനി തലക്കുന്നൊക്കെ ചെയ്യേണ്ടി വരുമോ അങ്ങനെയുള്ളൊരു പേടിയൊന്നും വേണ്ട. തുടർന്ന് പിന്നെയും കൊടുത്തുകൊണ്ടേ നിൽക്കുക കേട്ടോ. അങ്ങനെ ദിവസം കണക്കാക്കിയാലും മതി. ഇനിയിപ്പോൾ ദിവസം തുടർച്ചയായിട്ട് ഒരു ദിവസമൊക്കെ വിട്ടുപോയി നമ്മൾ എന്തെങ്കിലും പരിപാടിക്കോ കല്യാണത്തിനോ മറ്റോ പോവുക എന്തെങ്കിലും അസുഖമോ കാര്യമൊക്കെ അതിൽ കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. വീണ്ടും അതിൻ്റെ ബാക്കിയായിട്ടുള്ള ദിവസങ്ങൾ ഇങ്ങനെ കൊടുത്ത് ദിവസം കണക്കാക്കിയാൽ മതി. പിന്നെ അതേപോലെ തന്നെ ദിവസം നമുക്ക് ഇത്ര വലിയ പണിയൊന്നുമില്ലല്ലോ, ചെറിയൊരു സൂറത്തല്ലേ. നമുക്ക് ദിവസം വീണ്ടും വേണമെങ്കിൽ തുടർന്ന് കൊടുത്തുകൊണ്ടേ നിൽക്കുക. നമ്മളെ കുട്ടി നന്നാവണേ വരെ ചെറിയൊരു വലിയൊരു പണിയുള്ളൊരു കാര്യമില്ലാത്തതുകൊണ്ട് എത്ര വലിയ തിരക്കുണ്ടെങ്കിലും ആ തിരക്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അതുകൊണ്ട് നമ്മൾ കൊടുത്തുകൊണ്ടേ നിൽക്കുക, നിർത്തണ്ട. 21 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കൊരു മാറ്റം കണ്ടു തുടങ്ങുമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെയും വീണ്ടും നമുക്ക് ആവർത്തിക്കാവുന്നതാണ്. ഞാൻ ഈ പറയുന്ന രീതി നിങ്ങളെ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പുന്നാര മക്കൾ നമ്മൾ ആഗ്രഹിച്ച വിധത്തിൽ മാറി വരും. അത് 100% ഉറപ്പാണ്. നിങ്ങളൊന്ന് ഇത് ചെയ്ത് നോക്കുക. എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ മക്കളുടെ ഇടയിൽ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കണം. നമ്മളെ കണ്ടു വേണം അവർ വളരാൻ. അവരൊക്കെ മറ്റുള്ളവരെ കുറ്റങ്ങളോ കുറവുകളോ അതുപോലെ തന്നെ നമ്മൾ പിന്നെ വാശി കാണിക്കുക, വാപ്പയും ഉമ്മയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ ഉണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക ഒന്നും ചെയ്യരുത്. അവർ നമ്മളിലൂടെയാണ് വളരേണ്ടത്. നമ്മൾ അവർക്കൊരു റോൾ മോഡലാവാൻ ശ്രമിക്കണം. നമ്മളെ കണ്ടാവണം അവർ പഠിക്കുന്നത്. എൻ്റെ ഉമ്മ അങ്ങനെയാണ്, എൻ്റെ ഉപ്പ അങ്ങനെയാണ്, ഞാൻ അങ്ങനെ ചെയ്യില്ല, അങ്ങനെ ഒരു മനസ്സ് അവർക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രമിക്കണം. അല്ലാതെ ഞാൻ കുറേ ഓതി നോക്കി, ഞാൻ നിറയെ ചൊല്ലി നോക്കി, ഞാൻ കുറേ പ്രാർത്ഥിച്ച്, ഞാൻ അവിടെ പോയി നോക്കി ഇവിടെ പോയി നോക്കി ഒന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇതൊക്കെ ചെയ്യണതിന് കൊടുത്തിട്ട് നമ്മളും ഒരുപാട് മാറ്റങ്ങളും നമ്മൾക്ക് വരുത്താൻ ശ്രമിക്കണം. അവരുടെ ഇടയിൽ നിന്ന് കളവുകൾ പറയരുത്. ഇനിയിപ്പോൾ എന്തെങ്കിലും മറച്ചു വെക്കുന്ന കാര്യമാണ്, മറ്റുള്ളവരെക്കൊണ്ട് പറയാൻ പറ്റാത്തൊരു കാര്യം, ഉദാഹരണം ഞാൻ പറയാം. അങ്ങനെയുള്ളൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അവരൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെയും കൂടി നമ്മൾ കള്ളത്തരം പഠിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ കളവ് പറയാതിരിക്കുക. അതുപോലെ തന്നെ ചീത്ത കാര്യങ്ങളൊന്നും സംസാരിക്കാതെ, ചില വാക്കുകളുണ്ടല്ലോ നമ്മൾ യൂസ് ചെയ്യണം, അങ്ങനെയുള്ള വാക്കുകളൊന്നും മക്കളൊക്കെ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ പിന്നെ പ്രശ്നങ്ങളും കച്ചറയൊക്കെ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കുറക്കുക. അപ്പം നമ്മളെ കണ്ടുകൊണ്ടാണ് അവർ വളരുന്നത്. നമ്മളെ വീട്ടിൽ നിന്നാണ് അവർ ആദ്യമായിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പം അതിലൊക്കെ നമ്മൾ മാറ്റം വരുത്തിയെങ്കിൽ മാത്രമേ നമ്മളെ മക്കൾ നന്നാവുള്ളൂ. നമ്മളെ മക്കളെ മാത്രം നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. കുറ്റങ്ങൾ ഇങ്ങനെയൊക്കെ വരാൻ കാരണക്കാർ ഏറെ കുറേയൊക്കെ നമ്മൾ രക്ഷിതാക്കൾ തന്നെയാണ്. ആ ഇത് നമ്മൾ മാറ്റാൻ ശ്രമിക്കുക. പിന്നെ കൂട്ടത്തിൽ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. അപ്പം നമ്മൾക്ക് ഒരുപാട് മാറ്റങ്ങൾ മക്കളിലൂടെ കാണാൻ പറ്റും. പിന്നെ ഇപ്പം നമ്മൾ ആർക്കെങ്കിലുമൊക്കെ സക്കാത്തോ കാര്യമൊക്കെ കൊടുക്കുക. ഒരു ഉദാഹരണം ഞാൻ പറയാം. അത് അവരെ കാണാൻ കൊടുക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെ ചെയ്യാൻ ശ്രമിക്കുക. ആരെങ്കിലും സഹായിക്കുക, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. ഓരോന്നായിട്ട് ഞാൻ പറയണ്ടേ, നീട്ടി കൊണ്ടുപോയി ഇത് ഞാൻ കൂട്ടണില്ല. അപ്പോൾ നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെ പിന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അവർ എൻ്റെ ഉപ്പിയമ്മയൊക്കെ എങ്ങനെയാണ് ചെയ്യണത്, എൻ്റെ ഉപ്പിയമ്മ ഇങ്ങനെയൊക്കെയാണ് ചെയ്യൽ എന്നൊക്കെ തോന്നി അവരും നാളെ അതൊക്കെ ചെയ്യാൻ പോകും. അതുപോലെ തന്നെ ഒരു ഉമ്മയാണെന്നുണ്ടെങ്കിൽ കുട്ടീനെ ഒരുമിച്ച് കൂട്ടി പിന്നെ ചെറുപ്പത്തിൽ തന്നെ അവരെ നമ്മളെ കൂടെ നിസ്കരിപ്പിക്കാൻ ശ്രമിക്കുക. ഉപ്പയാണെന്നുണ്ടെങ്കിൽ എന്ത് തന്നെ ആയാലും കുട്ടീനെ കൂട്ടി പള്ളിയിൽ പോവുക. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ നിസ്കാരം പഠിക്കും. അല്ലാതെ നമ്മളിങ്ങനെ നിസ്കരിച്ചിരുന്ന അവരോട് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അവർ നിസ്കരിക്കണമെന്നില്ല. ഉമ്മയാണെങ്കിൽ മോളെ വാ, അമ്മേൻ്റെ കൂടെ നിസ്കരിച്ച് പഠിച്ചോ, നല്ല കുട്ടിയാവണ്ടേ, നമ്മൾ നന്നാവണ്ടേ എന്നൊക്കെ പറഞ്ഞ് അവരെ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഉപ്പയാണെങ്കിൽ അങ്ങനെ തന്നെ, മോനെ വാ നമ്മൾ പള്ളിയിൽ പോവുക, സമയമായി തുടങ്ങി എന്ന് പറഞ്ഞ് മോൻ്റെ കൈയും പിടിച്ച് ഉപ്പ പോവുക. കൈ പിടിച്ച് നടക്കുന്ന പ്രായത്തിലാണെങ്കിൽ അങ്ങനെ കുറച്ചൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ മോനെ വാ നമ്മൾ പോവല്ലേ, ഉപ്പൻ്റെ ഒപ്പം വാ, മോനും കൂടെ വേണം ഉപ്പൻ്റെ ഒപ്പം പോകാൻ, ഇപ്പോൾ ഇഷ്ടമാണ് അങ്ങനെ ഉപ്പൻ്റെ ഒപ്പം പോരുന്നതെന്നൊക്കെ പറയുമ്പം അവനൊരു സന്തോഷം ഉണ്ടാവും. പോരുമ്പോൾ വഴിയിൽ നിന്നൊക്കെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കുക. അത് കിട്ടാനെന്നുള്ള നിൽക്കെങ്കിലും അവർ പള്ളിയിൽ പോരും. അങ്ങനെ അവർക്കൊരു ശീലം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെയൊക്കെ നമ്മൾ അവരെ നന്നാക്കാൻ ശ്രമിക്കുക. എൻ്റെ ഈ വോയിസ് കേൾക്കണ എല്ലാവരും ഇതെന്ത് തന്നെ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടാതെക്കില്ല, പ്രതിഫലം കിട്ടും. അത് നല്ല മാറ്റങ്ങൾക്ക് കാണാൻ പറ്റും. 100% ഉറപ്പാണ് ഞാൻ പറയണത്. അത് നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ
നിങ്ങൾ 5 വക്ത് നിസ്കാരമുള്ളവരായിരിക്കണം. നല്ല നിലയിൽ നല്ലതിൽ നല്ല മനസ്സോടുകൂടി അള്ളാഹുവോട് നന്നാക്കി പ്രാർത്ഥിച്ചാവണം നിങ്ങൾ ഈ വെള്ളത്തിൽ ഇഷ്വി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് ആ വെള്ളം കുട്ടിക്ക് കൊടുക്കുന്ന സമയത്ത് നന്നാക്കി ഒന്ന് പ്രാർത്ഥിച്ച് കുട്ടിക്ക് കൊടുക്കുക. ഇനി നമ്മളെ മക്കളെ ഈ ലോകത്തേക്കും പരലോകത്തേക്കും പ്രയോജനപ്പെടുന്ന സാലിയായ അനുസരണമുള്ള അറിവ് ഇവരുള്ള 5 വക്ത് നിസ്കാരമുള്ള ദീനിയായ മക്കളാക്കി നമുക്ക് അള്ളാഹ് മാറ്റിത്തരട്ടെ. അമീൻ അമീൻ യാ റബ്ബൽ ആലമീൻ. എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതിനുള്ള വീഡിയോ ഇടുക ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരാൾ കമൻറ്റ് ചെയ്താലും മറ്റുള്ളവർക്ക് ഉപകാരമാകുമല്ലോ. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതിലൂടെ ഈ അറിവ് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. എല്ലാവർക്കും ഇപ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. പ്രാർത്ഥിക്കേണ്ട വെച്ച് ഇങ്ങനെ ഒരു കാര്യം പറയണമെന്ന് എല്ലാവർക്കും അറിയണമെന്നുണ്ടാവില്ല. നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അതൊരു ഉപകാരമാകുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു അമലായിരിക്കും അത്. ആ അമലെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോഴൊരു കൂലി, ആ കൂലിയും കൂടി നമ്മൾക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ ചെയ്യണ വലിയൊരു ഉപകാരമാണ്. അപ്പോൾ അത് നിങ്ങൾ കഴിയണതും കഴിവിൻ്റെ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ബെല്ലൈക്കൻ അമർത്തുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യുക, ആരും മറക്കരുത്.